ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വരുവാൻ വലിയവനായ ദൈവം എനിക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ഇതാണ്, എൻ്റെ പ്രസംഗം അല്ല, എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളുടെ വിവരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകട്ടെ. ഏതെങ്കിലും ഒരു തീരുമാനമെങ്കിലും എടുക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത് ഒരു ഫലിതം പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ കയ്യിൽ 300 ചില്ലുവാനും ഫലിതങ്ങളുണ്ട്. ഈ കഷണ്ടി തലയ്ക്കകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഒരു ഫലിതം പറയാം. 2 ആഴ്ച മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ യാത്രയിലായിരുന്നു, പ്രസംഗിക്കാൻ പോയതാണ്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു അധ്യാപകനും അധ്യാപകൻ്റെ ഭാര്യയും മലയാളികളാണ്. അവർ ഞങ്ങളുടെ അവരുടെ ഒരു കഥ പറഞ്ഞു. രണ്ടുപേരും എവിടെയോ പോയിട്ട് തിരികെ വന്നു. വീട് തുറന്ന് അകത്തോട്ട് കയറിപ്പോരല്ലേ. അവർക്ക് 2 പേർക്കും വലിയ പേടിയാണ്. ഭാര്യ ചാടി ഒരു മേശപ്പുറത്ത് കയറി, ഭർത്താവും കൂടെ കയറി. എലി അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുക. എലിക്ക് പോകാൻ നിവർത്തിയില്ല. 2 മുറിയുണ്ട്, 2ഉം അടച്ചിട്ടിരിക്കുക. അവർ കയറി വന്ന കതവും അടച്ചു. അവർ കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, മ്യാവ്. ഭാര്യ ചോദിച്ചു, എന്തോ ഈ പറയുന്നത്? അല്ല, അതിനെ ഞാൻ പേടിപ്പിക്കുക. ശ്രദ്ധിക്കണം, എലി ഓടുന്നത് പൂച്ചയുടെ മ്യാവു ശബ്ദം കൊണ്ടല്ല, പൂച്ചയുടെ അതിൻ്റെ ശരീരത്തിൻ്റെ മണവും അതിൻ്റെ രൂപവും ഒക്കെ കണ്ടിട്ടാണ്. നമ്മളും പിശാചിനെ ഓടിക്കണമെങ്കിൽ പിശാചിൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ യേശു എന്ന് പറഞ്ഞാൽ പോകത്തില്ല, കുരിശ് കാണിച്ചാൽ പോകത്തില്ല, വേദപുസ്തകം കൈ കൊടുത്താൽ പോകത്തില്ല. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിശാച് പിടിച്ച ചിലരുടെ ആളുകൾ കുരിശുമാല എടുത്ത് കൊടുക്കും, അവർ ദൂരെ കളയും. വേദപുസ്തകം കൊടുക്കും, വലിച്ചു കയറി ദൂരെ കളയും. ഈ കൊച്ചു പിശാചുണ്ട്, കൊച്ചു പിശാചൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തീ 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 എന്നൊക്കെ പറയും. അത് കൊച്ചു പിശാച. അല്ലെങ്കിൽ അങ്ങ് പോകാൻ പറയുമ്പോൾ അങ്ങ് പോകും. നല്ല പിശാച്, ചില മേച്ചുറായിട്ടുള്ള പിശാച്, മൂത്ത പിശാച് പോകത്തില്ല. അത് പോകണമെങ്കിൽ ദൈവമായിട്ട് ബന്ധമുള്ള ഒരാൾ കുരിശ് കാണിക്കുകയല്ല, വേദപുസ്തകം കൈ കൊടുക്കുകയല്ല, യേശുവുമായിട്ടൊരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അവൻ പറയുമ്പോൾ ആ പിശാച് പോകും. ചിലപ്പോൾ എളുപ്പം പോയില്ല എന്ന് പറയാം, എനിക്കറിയാം ആ കാര്യം. ചിലപ്പോൾ അരമണിക്കൂറെടുത്ത് പ്രാർത്ഥിക്കേണ്ടി വരും, ചിലപ്പോൾ 1 മണിക്കൂർ. പക്ഷെ ഒരിക്കൽ അവസാനം പോകുക തന്നെ ചെയ്യും. ഇതാ എൻ്റെ ഇന്നത്തെ വിഷയം. ഭാരതം ദൈവശബ്ദം കേൾക്കണം. ഒരു വാക്യം ഞാൻ വായിക്കാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇത് പൗലൂസിൻ്റെ കഥയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പൗലൂസ് ആ സമയത്തും പാപികളിൽ ഒന്നാമനാണെന്നല്ല, അദ്ദേഹം ഒരിക്കൽ ഒന്നാമനായിരുന്നു എല്ലാ വിധത്തിലും. ആളുകൾ എൻ്റെയൊക്കെ ചോദിക്കും, വർഗീസിൻ്റെ, ഞാൻ തന്നെ പറയും, എൻ്റെ അനുഭവം ഇത് തന്നെയായിരുന്നു. ഞാൻ ചെയ്യാതെ ഇരുന്ന 2 പാപങ്ങളേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീയെയും തൊട്ടിട്ടില്ല. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാര്യയെ തൊടുന്നത്. 2, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന സകല പാപവും ഞാൻ ധാരാളമായിട്ട് പച്ചവെള്ളം പോലെ മോന്തി കുടിച്ച് നടന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ജനിച്ചത് കേരളത്തിൽ പുനലൂരിനപ്പുറത്ത് അഞ്ചലിനപ്പുറത്ത് ആലഞ്ചേരിക്കപ്പുറത്ത് ഏരൂരിനപ്പുറത്ത് പാണയം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഒരു കൊച്ചു ഗ്രാമമാണ്. ഇപ്പോഴും എൻ്റെ പപ്പ മരിച്ചുപോയി. പപ്പായുടെ വീടിൻ്റെ അപ്പുറത്ത് വനമാണ്. അപ്പോൾ മനസ്സിലായിട്ടൊരു കാട്ടുപ്രദേശം. ഞാൻ 1-ാം ക്ലാസ്സിൽ പോയത് 5 കിലോമീറ്റർ നടന്നിട്ടാണ്. വഴിയില്ലാത്തടത്തൂടെ, തോട്ടത്തിൽ കൂടെ, വയലിൽ കൂടെ, തോട് കടന്ന് ഒക്കെ പോയി. അപ്പോൾ ഞാനൊരു കൊച്ചു ഗ്രാമത്തിൽ പിറന്നതാണ്. എനിക്ക് കൊച്ചുനാളിൽ മുതലേ പാപത്തോട് വലിയൊരു ആകർഷണം ഉണ്ടായിരുന്നു. എൻ്റെ പപ്പ സിഗരറ്റ് വലിക്കുമായിരുന്നു. എൻ്റെ പപ്പ തോട്ടം സൂപ്രണ്ടാണ്. പപ്പ സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിച്ചും വെച്ച് ഈ സിഗരറ്റ് കുറ്റി അങ്ങോട്ട് എറിയും. പണയത്തുകാർക്ക് എല്ലാവർക്കും അറിയാം, ഏരുകാർക്ക് എല്ലാവർക്കും പ്രായമുള്ളവർക്കൊക്കെ എൻ്റെ പപ്പയെ അറിയാം. തോട്ട സൂപ്രണ്ടായതുകൊണ്ട് മാന്യനും ആയതുകൊണ്ട് എല്ലാവരും. പപ്പ അസാധാരണമായ മാന്യനായിരുന്നു. പപ്പയുടെ ഏക ദുസ്വഭാവം സിഗരറ്റ് വലിക്കുന്നതായിരുന്നു. അതും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിനെപ്പറ്റി പറയാൻ ശ്രമിക്കാം. അതും പപ്പ വിട്ടു. പപ്പ സിഗരറ്റ് വലിച്ചും വെച്ച് കളയുന്ന പപ്പായ്ക്കൊരു ചാരി കസേരയുണ്ട്. അത് കാലിലിങ്ങനെ പൊക്കി വെച്ചാൽ 11 മണിയാകുമ്പോൾ പപ്പായുടെ ജോലി കഴിയും. എല്ലാവരും ടാപ്പിങ്ങാരെല്ലാം പോയി കഴിയുമ്പോൾ പപ്പ അതിനകത്ത് കിടന്നുകൊണ്ട് അന്നത്തെ മനോരമ പത്രം വായിച്ച്, ആ മനോരമ പത്രവും വേദപുസ്തകവും അല്ലാതെ പപ്പായ്ക്ക് വേറെ ഒന്നും വായിക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊന്നും വരത്തില്ല, കാരണം അങ്ങ് വനപ്രദേശമല്ലയോ.
ഞങ്ങളുടെ പപ്പ വേറെ ആരുടെയും വീടുകളിലും പോകത്തില്ല. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ അങ്ങനെ ജംഗ്ഷന് വരെ പോവും. അവിടെ ഒരു തുണിക്കടയുണ്ട്. ആ തുണിക്കടയിലിരിക്കും, കുറച്ചു നേരം ഇരിക്കും, ഒരു ചായയൊക്കെ കുടിക്കും, ബാക്കി 2-3 പേർക്കൂടൊക്കെ ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് പപ്പ തിരിച്ചു പോരും. ഇത്രയേ ഉള്ളൂ പപ്പയുടെ ജോലി. ആ പപ്പ വലിച്ചിട്ട് കളയുന്നതായിട്ടുള്ള സിഗരറ്റ് കുറ്റി അവിടെ എഴിയാണ്, തടി അന്നത്തെ കാലത്ത് തടി കൊണ്ടുള്ള എഴിയാണ്. ആ എഴിക്കകത്തൂടെ പപ്പ കളയുന്നതായിട്ടുള്ള സിഗരറ്റിൻ്റെ കുറ്റി അവിടെ കിടന്ന് പുക വിടുന്നത് ഞാൻ കാണും. ഇങ്ങനെ ഡാ ഡാ വാ ഡാ എന്ന് വിളിക്കുന്നത് പോലെ തോന്നും. എനിക്ക് 3-4 വയസ്സുള്ള, കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പപ്പ സിഗരറ്റ് വലിച്ചിട്ടു ഇങ്ങനെ ഉഴുന്നുവട വിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒരാഗ്രഹം, ഒരു ഉഴുന്നുവട കിട്ടാൻ കൊള്ളാമെന്ന്. പപ്പ ആ മൂക്കിൽ കൂടെ വിടുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ ഈ സിഗരറ്റ് ഊറ്റി എടുത്തുകൊണ്ട് പോയിട്ട് ഒരിക്കൽ പോവാണ്. അങ്ങോട്ട് ചെന്നപ്പോഴാണ് എൻ്റെ പെങ്ങൾ കണ്ടു ഞാനിങ്ങനെ പുറകെ പിടിച്ചിരിക്കുന്നത്. പെങ്ങൾ പറഞ്ഞു, അയ്യയ്യ ഞാൻ അമ്മച്ചെടുക്ക പറയും. അപ്പോൾ എവിടെ ഒന്ന് പിണക്കാൻ പാടില്ലല്ലോ. ഞാൻ എവിടെ കൈക്ക് പിടിച്ചുകൊണ്ട് അങ്ങ് അപ്പുറത്തുള്ളൊരു കുറ്റിക്കാടിൻ്റെ അവിടെ പോയിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, രാജമ്മേ ഇത് ഒരു പ്രത്യേകതരം സിഗരറ്റാണ്. ഇത് ആണുങ്ങൾ വലിച്ചാൽ സാധാരണ പുക വരും, പെണ്ണുങ്ങൾ വലിച്ചാൽ ആദ്യം ചുമന്ന പുക വരും, പിന്നെ പച്ച പുക വരും, പിന്നെ നീല പുക വരും. അവൾ പറഞ്ഞു അങ്ങനത്തെ സിഗരറ്റൊന്നും ഇല്ല. അപ്പോൾ എനിക്കൊരു 5 വയസ്സ് കാണും, അവൾക്ക് 3 വയസ്സ് കാണും. ഞാൻ പറഞ്ഞു നീ ഒന്ന് വലിച്ചേ, നിനക്ക് കാണാം ഇപ്പോൾ ചുമന്ന. അവൾ ഞാൻ പറഞ്ഞു ഇനിയും ചെന്ന് പറയാമെങ്കിൽ നിനക്ക് അടികൊള്ളും. അപ്പോൾ അവളെ ഞാൻ സ്വാധീനിച്ചിട്ട് ഞാൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വലിക്കാൻ പ്രയാസമായിരുന്നു, പക്ഷേ സാവധാനത്തിൽ. ചോദ്യം, എന്നെ സിഗരറ്റ് വലി പഠിപ്പിച്ചത് ആരാണ്? നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പലതും പഠിപ്പിക്കുകയാണ്. ഞാൻ 5 സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കാണണം, യൂട്യൂബിൽ കിടപ്പുണ്ട്. സ്വർഗം സന്തോഷിക്കുന്നു, ഇത്ര അടിച്ചാൽ മതി. മലയാളം ക്രിസ്ത്യൻ സിനിമ അല്ലെങ്കിൽ മൂവി PG വർഗീസ് അടിക്കാമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ 5 സിനിമയും യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനകത്ത് എനിക്കിനി 6ാമത്തെ സിനിമ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ സിനിമയ്ക്കകത്ത് ഒരു ചെറിയ ഭാഗം പറഞ്ഞുതരാം. ഒരിടത്തൊരു വീട്, 2ാം ശനിയാഴ്ചയാണ്, സ്കൂളില്ല, അപ്പനും അമ്മയും 2 മക്കൾ. മൂത്ത പെണ്ണിന് 17 വയസ്സ്, ഇളയ ചെറുക്കന് 15 വയസ്സ്. 2ാം ശനി ആയതുകൊണ്ട് സ്കൂളില്ല. രാവിലെ 6:30 ആയപ്പോൾ ഒരു വഴക്ക്, ആങ്ങളെയും പെങ്ങളും കൂടെ. 7 മണിയായപ്പോൾ അടുത്ത വഴക്ക്, 7:30 ആയപ്പോൾ 3ാമത്തെ വഴക്ക്, 8 മണിയായപ്പോൾ അടുത്ത വഴക്ക്, 8:30 ആയപ്പോൾ അടുത്ത വഴക്ക്. അമ്മയ്ക്ക് അങ്ങ് സഹിക്കട്ടു. അമ്മ പറഞ്ഞു, മുടിഞ്ഞതുങ്ങളെ, ഈ വീട്ടിൽ നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാതിരിക്കാൻ വയ്യായോ? അന്നേരം മോള് തിരിഞ്ഞ് എന്നുകൊണ്ട് ഇങ്ങനെ പാവാട ഇങ്ങനെ പിടിച്ചോണ്ട് ചോദിച്ചു, എന്താ ഈ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും മാത്രമേ വഴക്കുണ്ടാക്കാവൂ, ഞങ്ങൾക്കൂടെ വഴക്കുണ്ടാക്കരുതോ? നിങ്ങൾ കാണിക്കുന്നത് പലതും നിങ്ങളുടെ മക്കൾ പഠിക്കുകയാണ്. സിഗരറ്റ് വലിക്കുന്നത്, ശപിക്കുന്നത്, കുറ്റം പറയുന്നത്, അടിക്കുന്നത്, മോഷ്ടിക്കുന്നത്, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ മക്കൾ കാണുകയാണ്. അപ്പം ഞാനങ്ങനെ കൊച്ചുനാളിൽ തൊട്ട് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞു കോളേജിൽ പോയി, സിഗരറ്റ് വലി അങ്ങ് കൂടി. സിഗരറ്റ് വലിച്ചാലും മതിയാവത്തില്ല. അന്ന് പാണ്ടിക്കാരുടെ ഒരു സിഗരറ്റ് ഒരുമാതിരി ചുരുട്ട് കിട്ടും. ആ ചുരുട്ട് വലിച്ചാൽ ഒരുവിധം തൃപ്തിയാവും. അതുപോലെ ഈ നിക്കോട്ടിൻ, സിഗരറ്റിന് നിക്കോട്ടിൻ്റെ 10 കള്ളം പറയത്തില്ല വർഗീസ്, 10 സിഗരറ്റ് ഒന്നിച്ചിരുന്ന് വലിച്ചാലും എനിക്ക് തലയ്ക്ക് പിടിക്കത്തില്ല. ആ അവസ്ഥയിൽ വന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എൻ്റെ പപ്പായും അമ്മച്ചിയും ഭക്തരാണ്. ഞങ്ങൾ യാക്കോബക്കാർ, അന്നത്തെ കാലത്ത് യാക്കോബ ഓർത്തഡോക്സ് ഒന്നാണ്, ഓർത്തഡോക്സുകാരാണ്. പപ്പായും അമ്മച്ചിയും കൂടെ ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും. മാസത്തിലൊരിക്കലേ അച്ഛൻ വരത്തുള്ളൂ. അന്ന് പപ്പ അമ്മച്ചി വരും. ഞങ്ങൾ 7 മക്കളാണ്, 7 പേരും കൂടെ ഇങ്ങനെ കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് പോലെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ ആഴ്ചയും എത്ര കിലോമീറ്ററാണ്? 6-7 കിലോമീറ്റർ നടന്ന്, വഴിയില്ലാത്തടത്തൂടെ, വയലിനകത്തൂടെ, ഒരു വലിയ ആറും ഒരു 10-20 അടി വീതിയുള്ള ഒരു തോടും ഒക്കെ കടന്ന്, വലിയ പ്രയാസമാണ്, പാറപ്പുറത്തൂടെ നടന്നു പോകും, തെന്നി വീഴും. എനിക്കെപ്പോഴും ഓട്ടോ, ഒഴുകുപാറ, അതിലേക്കൂടെയൊക്കെ പോകണം. പക്ഷേ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു ഭക്തരായ പപ്പായും അമ്മച്ചിയും. ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല, ഒറ്റ ദിവസം പോലും മുടങ്ങിയിട്ടില്ല. രാവിലെ കുടുംബ പ്രാർത്ഥന, വൈകിട്ട് കുടുംബ പ്രാർത്ഥന. ഓർത്തഡോക്സുകാരുടെ കാര്യം പറയുകയാണ്. ഞങ്ങൾ പ്രായമായി വരുമ്പോഴേ പപ്പ ബൈബിൾ വാങ്ങിച്ചു തരും, പുതിയ നിയമം. ഇന്നത്തെ കിട്ടുന്ന പോലെ ഗിഡിയോൺസുകാരുടെ ഫ്രീ ഒന്നുമില്ല. പപ്പ കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചു തരും. പപ്പ ശമ്പളം ഉള്ളതുകൊണ്ട് പപ്പ വാങ്ങിച്ചു തരും. 5ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ വേദപുസ്തകം വാങ്ങിച്ചു തരും.
അതുകൊണ്ട് ഞങ്ങളെ വേദപുസ്തകം വായിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കുറച്ച് ദിവസം മുമ്പ്, ഏകദേശം 1 വർഷം മുമ്പ്, എൻ്റെ പെങ്ങളുടെ മകൻ, എൻ്റെ അനന്തരവൻ്റെ ഒരു വീട് ഞാൻ സമർപ്പിക്കുകയാണ് കോഴഞ്ചേരി. ഞാൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെങ്ങളോട് ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ പെങ്ങളുടെയൊക്കെ ചോദിച്ചു, അവൾ ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ അവളൊക്കെ ചോദിച്ചു, അമ്മാളെ, നമ്മുടെ വീട്ടിൽ, പപ്പായുടെ വീട്ടിൽ എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും പ്രാർത്ഥന നടക്കാതെ ഇരുന്ന ഒരു രാവിലെയോ വൈകിട്ടോ ഓർമ്മയുണ്ടോ? അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. ഉണ്ടാക്കി പറഞ്ഞല്ല, എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ പപ്പ എല്ലാവരും വിളിക്കും, എല്ലാവരും വന്നിരുന്നോണം. വൈകുന്നേരം ആഹാരത്തിന് മുമ്പേ കുടുംബ പ്രാർത്ഥന. ഒരു ചോദ്യം ചോദിക്കട്ടെ, പെന്തിക്കോസുകാരെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ബ്രദറുകാരെ ഒരു ചോദ്യം ചോദിക്കട്ടെ, മർത്തോമക്കാരെ ഒരു ചോദ്യം ചോദിക്കട്ടെ, യാക്കോബ ഓർത്തഡോക്സ് CSIക്കാരെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം. അതിൻ്റെ ഗുണം, അതില്ലാത്തതിൻ്റെ ദോഷം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ കൊച്ചുനാളിൽ തൊട്ട് ഇങ്ങനെ സിഗരറ്റ് വലിയൊക്കെ കൂടി കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചുരുട്ടുമൊക്കെ വലിക്കാൻ തുടങ്ങി. എനിക്കപ്പോഴത്തേക്കൊന്ന് വിടുതൽ പ്രാപിക്കണമെന്നൊരാഗ്രഹം ഇതിനകത്ത് വന്നു. കാരണം ഇതെൻ്റെ തലച്ചോറിനെ ബാധിച്ചു. കോളേജിൽ നിന്ന് ഞാൻ ഒളിച്ചോടിപ്പോയി. കാരണം കോളേജിൽ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഈ നിക്കോട്ടിൻ്റെ അമിതമായ സിഗരറ്റ് വലി കാരണം ഇതെൻ്റെ തലയ്ക്ക് കയറി പിടിച്ചതാണ്. അവന് വിടുതൽ കിട്ടണമെന്നൊരാഗ്രഹം. ഞാനതുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങി. ഞാൻ ഒരു മതത്തിൻ്റെയും ഒരു ജാതിയുടെയും ഒന്നും കുറ്റം പറയുന്ന മനുഷ്യനല്ല. ക്രിസ്ത്യാനികളുടെ പോലും ഒരു സഭാവിഭാഗത്തെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയി, പല പള്ളികളിലും പോയി, പല കുരിശുമൂടുകളിലും പോയി, പല തീർത്ഥാടന സ്ഥലങ്ങളിലും പോയി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മാവേലിക്കര KI വർഗീസ് മാപ്പിള മാനസിക ശാസ്ത്രാലയം, ചെറുകോൽ PO, മാവേലിക്കര. അഡ്രസ്സ് വരെ എനിക്ക് കാണാതറിയാം. അദ്ദേഹം ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചപ്പോൾ ഹിപ്നോട്ടിസം പിടിച്ചാൽ നേരെയാവും. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അത് ഞാൻ വാങ്ങിച്ചു. 18 രൂപയ്ക്ക് ഒരു പുസ്തകമുണ്ട് മാജിക്ക് പഠിക്കാനുള്ള. ഞാനത് വാങ്ങിച്ചു. പക്ഷേ ഇതും എനിക്ക് വിടുതൽ തന്നില്ല. ഞാൻ മെസ്മറിസം പഠിച്ചു, ഇച്ചിരി മന്ത്രവാദമൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ, ഒത്തിരിയൊന്നുമില്ല, ഇച്ചിരി മന്ത്രവാദമൊക്കെ പഠിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും എനിക്ക് വിടുതൽ കിട്ടിയില്ല. എനിക്ക് നിരാശയുണ്ടായതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമില്ല. ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും എന്നെ ദൈവം സഹായിക്കേണ്ടിയില്ലയോ? ഞാൻ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുകയാണ്. എൻ്റെ ഓർമ്മശക്തി നശിക്കാൻ തുടങ്ങി. ഞാൻ കോളേജിൽ നിന്നും ഒളിച്ചോടി ബോംബെയിലെത്തി. ബോംബെയിൽ ചെന്നപ്പം 10ാം ക്ലാസ് പഠിച്ച ഒരുത്തിന് എന്തോ ജോലി കിട്ടും. കോളേജിൽ പഠിച്ചത് തീർത്തില്ല. 3ാമത്തെ വർഷത്തിൽ ചെന്നിട്ട് 1ാം വർഷത്തെ പരീക്ഷയിൽ പാസ്സായിട്ടില്ല. അപ്പോൾ അതൊന്നും പറയാനൊക്കത്തില്ല. ഇംഗ്ലീഷില്ല, കണക്കെഴുതാൻ അറിയത്തില്ല. ഞങ്ങളാരും പപ്പായുടെ ജോലി കാരണം, പപ്പായോ ഞങ്ങൾ മക്കളോ ആരും ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നവരല്ല. പിന്നെന്തോ ചെയ്യും? അപ്പോഴാണ് പട്ടാളത്തിൽ ആളിനെ എടുക്കുന്നു. ഞാൻ പട്ടാളത്തിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പം നല്ല നീളവും പപ്പായും അമ്മച്ചും നല്ല ആഹാരം തന്നിട്ടുള്ളതുകൊണ്ട് നെഞ്ചുവിരിവും ഉള്ളതുകൊണ്ട് പട്ടാളത്തിലെടുത്തു. പട്ടാളത്തിൽ കയറിയപ്പോൾ എനിക്ക് കള്ളു കുടിക്കാൻ അവസരം കിട്ടി. അതിന് മുമ്പ് ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല. അപ്പോൾ കള്ളുകുടി എൻ്റെ ഒരു ദുശീലം വല്ലാതെ എന്നെ കയറിപ്പിടിച്ചു. എൻ്റെ സിഗരറ്റ് വലിയുടെ എണ്ണം അങ്ങ് കൂടി. ഒരു ദിവസം നിങ്ങൾ വിശ്വസിക്കത്തില്ല, 120 ചാർമിനാർ സിഗരറ്റ്, 12 പാക്കറ്റ് ചാർമിനാർ സിഗരറ്റ് ഒരു ദിവസം വലിക്കുമായിരുന്നു. ഒറ്റ ദിവസം. പട്ടാളത്തിൽ 4 ദിവസമാണ് കള്ള് കിട്ടുന്നത്, റം. 4 ദിവസം ഇറച്ചിയുള്ള ദിവസം എല്ലാം റം. അതും ഞാൻ കുടിക്കും. വൈകുന്നേരം അവധിയുള്ള ദിവസമൊക്കെ പകലും കുടിക്കും. ഇതിന് പൈസ എവിടെ നിന്നുണ്ടാവും? ഞാൻ ഓഫീസർ, ഒരു ക്ലർക്കാണ്. എവിടുന്ന് പൈസ ഉണ്ടാകും? പൈസ ഇല്ല. അതിന് ഞാൻ സാധനങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി. ഞാൻ സ്റ്റോറിലെ ക്ലർക്കാണ്. അപ്പോൾ സ്റ്റോറിലെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് വെളിയിൽ കൊണ്ടുപോയി വിൽക്കും. പട്ടാളക്കാർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിലും സ്റ്റോറിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം മോഷ്ടിക്കാൻ ഒക്കുന്ന സ്റ്റോറുകളുണ്ട്. അതൊക്കെ മോഷ്ടിച്ച് വിറ്റു. അപ്പോൾ ഞാനൊരു കള്ളനായി. അമിതമായ സിഗരറ്റ് വലി, അമിതമായ മദ്യപാനം, പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ 2 പാപങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള പാപങ്ങളെല്ലാം അടിപിടി. എൻ്റെ അമ്മ കരയുന്നു, എൻ്റെ പപ്പ കരയുന്നു, എൻ്റെ സഹോദരിമാർ കരയുന്നു, എൻ്റെ സഹോദരന്മാർ കരയുന്നു. അപ്പോഴാ പപ്പായും അമ്മച്ചിയും കൂടെ വിചാരിച്ചു, അവനെ ഒന്ന് നേരെയാക്കണമല്ലോ. എന്താ മാർഗം? ഒരു പ്രാർത്ഥിക്കുന്ന പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചാൽ അവനങ്ങ് നേരെയാവും. നമ്മുടെ മലയാളികൾക്കുള്ള ഒരു തെറ്റഭിപ്രായം അങ്ങനെ. അവൾ കഷ്ടപ്പെട്ടോളും, അവൾ കരഞ്ഞോളും, അവൾ കരഞ്ഞ് ദൈവത്തിന് കൃപ തോന്നും.
അതുകൊണ്ട് അങ്ങനെ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചു. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഭാവനയുണ്ടായിരുന്നു. പട്ടാളക്കാർക്കൊക്കെ ഒരു ഭാവനയുണ്ട്. അന്നത്തെ കാലത്ത് ഒരു സിനിമാ താരമാണ് മിസ് കുമാരി. അപ്പോൾ എനിക്കും ഒരു ഭാവനയുണ്ടായിരുന്നു. മിസ് കുമാരിയെ പോലുള്ള ഒരു പെണ്ണിനെ കിട്ടണം, നല്ല നീളം വേണം, നല്ല കുറുനരിയൊക്കെ, കുറുനരി എന്നാണ് തോന്നുന്നു പറയുന്നത്, ഇങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ സ്പ്രിങ് പോലെ കിടക്കണം, നടക്കുമ്പോൾ ഇതിങ്ങനെ ആടണം. ഭാവനക്കാരനാണ് ഞാൻ. ഓക്കെ, ഒത്തിരി സിനിമ കാണുന്നുണ്ട്, ഒത്തിരി ഭാവനയുണ്ട്. അങ്ങനെ ഒരു വേണം. പക്ഷേ പപ്പായും അമ്മച്ചും കൂടെ കണ്ടുപിടിച്ച പെണ്ണെന്തോണ്ടെന്നറിയോ? വലിച്ചു നീട്ടി 5 അടി ഉയരം. അവളെ കാണുമ്പം പറയരുത് കേട്ടോ, പറയരുത്, ഇത് ടോപ്പ് സീക്രറ്റാണ്. വലിച്ചു നീട്ടിയ 5 അടി ഉയരം. അവളോട് ഇരിക്കുന്നെങ്കിലും ഇത് ഞാൻ പറയും കേട്ടോ. 5 അടി ഉയരം, കാണാനും വലിയ സൗന്ദര്യമൊന്നുമില്ല. എൻ്റെ കാര്യം എൻ്റെ കണ്ടുമച്ച് ചെന്നപ്പോൾ എൻ്റെ ഇളയ പെങ്ങൾ ചോദിച്ചു, രാജി, മുമ്പേ ചേർട്ട് വിളിക്കാൻ പഠിപ്പിച്ച രാജി, അവളൊക്കെ ചോദിച്ചു, അച്ചായ പെണ്ണെങ്ങനുണ്ട്? ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പെണ്ണാണ്, നമ്മുടെ വീട്ടിലെ വേലക്കാരി ഇല്ലയോ, അവിടെ അനിയത്തിയാണെന്ന് തോന്നും, കരയുവാണെങ്കിൽ എടുത്ത് തോളയിലിട്ടോണ്ടെങ്കിൽ പോരാം, ബാ ഓ എൻ്റെയൊക്കെ പറഞ്ഞു, അച്ചായ കരയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞില്ല, അഥവാ ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ തീരുമാനമായിരുന്നു, ഞാൻ അവളെ സ്നേഹിക്കും, കരയിക്കത്തില്ല. എൻ്റെ അമ്മച്ചി പറഞ്ഞു, കെട്ടണം, നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലേലും ശരി, അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം അവളെ കെട്ടി. ഞങ്ങൾ 4 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. ഒരു പ്രാവശ്യം ഗർഭിണിയായി, പക്ഷേ അത് അലസിപ്പോയി. അതിന് ഇംഗ്ലീഷിൽ മിസ്കാരേജ് എന്ന് പറയും, ചിലർ അബോർഷൻ എന്ന് പറയും. അബോർഷൻ എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. ഗ്രാമർ അനുസരിച്ച് ശരിയാണ്, പക്ഷേ ഇന്നത്തെ യൂസേജിനകത്ത്, ഇന്നത്തെ ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ കുത്തിച്ചെലുത്താൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യനാണ്. ഇന്ന് നമ്മൾ പറയേണ്ട ടെക്നിക്കൽ വാക്ക് മിസ്കാരേജ് എന്നാണ്, അബോർഷൻ അല്ല. അബോർഷൻ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് അബോർട്ട് ചെയ്യുന്നതിനാണ് അബോർഷൻ എന്ന് ഇന്ന് പറയുന്നത്. പണ്ടെല്ലാം ഒരുപോലെ ആയിരുന്നു. അപ്പോൾ ലില്ലിയെ കൂടെ ആ അബോർഷൻ്റെ വേദനയെല്ലാം കാരണം ലില്ലി ഇച്ചിരി ഡിസ്കറേജിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ലില്ലിയെ കൂടെ കാശ്മീരിലേക്ക് കൊണ്ട്, ഞാൻ പട്ടാളത്തിൽ കാശ്മീരിലാണ്. ഞാൻ കാശ്മീരിലായിരിക്കുന്ന സമയത്ത് ലില്ലിയൂടെ വന്നു. ഞങ്ങൾ താമസിക്കുകയാണ്. അപ്പം ഞാൻ ലില്ലിയെ വെളിയിലെങ്ങും കൊണ്ടുപോകത്തില്ല, കാരണം കാണാൻ കൊള്ളാത്ത പെണ്ണിനെ എന്തിനാണ് കൊണ്ടുപോകുന്നത്, ആളുകളൊക്കെ പറയത്തില്ലയോ, ഈ സുന്ദരനായ ചെറുക്കൻ ഈ പെണ്ണിനെയാണോ കിട്ടിയെന്നൊക്കെ ചോദിക്കത്തില്ലയോ, അതുകൊണ്ട് കൊണ്ടുപോകത്തില്ല. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പം ലില്ലി ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ കൊച്ചാ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞു, ഇവിടെ ഒരു ടെൻറ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഒരു ടെൻറ്റിനകത്ത്. അവിടെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പാകിസ്ഥാനി എന്നൊരു മുസ്ലിം കൺവേർട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മുസ്ലിം എന്തിനാ, ക്രിസ്ത്യാനിയായ ഞങ്ങളുടെ യാക്കോബായിൽ അങ്ങനത്തെ ഇടപാടൊന്നുമില്ല അന്നത്തെ കാലത്ത്, ഇന്ന് കാണുമായിരിക്കും. ഞാൻ വടക്കേന്ത്യയിലായതുകൊണ്ട് എനിക്ക് കേരളത്തിലെ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ, ആരുടെയും കുറ്റം പറഞ്ഞാല. ഞാൻ പറഞ്ഞ ആളെന്തിനാ ക്രിസ്ത്യാനിയായ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ നമുക്ക് അവിടുത്തെ പ്രസംഗം കേൾക്കാൻ പോകണം. ലില്ലി മർത്തോമക്കാരിയാണ്, അവർക്ക് സുവിശേഷ താല്പര്യമൊക്കെ ഉള്ളവരാണ്. ലില്ലിയുടെ ആങ്ങളെ അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ തന്നെ വേണമെങ്കിൽ സിനിമയ്ക്ക് കൊണ്ടുപോകാം. ലില്ലി പറഞ്ഞു, വേണ്ട. ലില്ലി കരയാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ലില്ലി 2ാമത് ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോൾ ലില്ലി പറഞ്ഞു, കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ എൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലില്ലി എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തണം, കാരണം കരയോ വല്ലതും ചെയ്യുവാണെങ്കിൽ വീണ്ടും ഒരു ഗർഭം അലസിപ്പാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ വിചാരം അവൾ ഡോക്ടർക്ക് എങ്ങാണ്ട് കൈക്കൂലി കൊടുത്തിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തണമെന്ന്, അതിക്കൊണ്ട് വലിയ പണിഷ്മെൻറ്റ് വല്ലതും ഉണ്ടോ? എന്തായാലും ശരി, ലില്ലിയെ ഹാപ്പി ചെയ്യാനായിട്ട്, സന്തോഷിപ്പിച്ച് നിർത്താനായിട്ട് ഞാൻ ലില്ലിയും കൂടെ ആ ടെൻറ്റ് മീറ്റിങ്ങിന് പോയി. ഏറ്റവും പുറകിൽ പോയിരുന്നു. എപ്പോഴും ആദ്യമായിട്ട് ചെല്ലുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഏറ്റവും പുറകിൽ പോയിരുന്നു. ഞാൻ കേട്ടു, ജോർദാൻ ഖാൻ, പാകിസ്ഥാനിൽ നിന്ന് വന്ന മനുഷ്യൻ, അദ്ദേഹം തൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് പ്രസംഗിച്ചു. അസാധാരണമായ പ്രസംഗം. അന്ന് അദ്ദേഹം ജബൽപൂരിലാണ് താമസിക്കുന്നത്. ഇന്ത്യക്ക് പാർട്ടീഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം ഇവിടെ താമസിച്ചു, കുടുംബത്തിലൂടെ. അദ്ദേഹം ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കും, സഹിക്കാൻ വയ്യാത്ത ആസ്മ. അതുകൊണ്ടാണ് വിചാരിച്ചു ആത്മഹത്യ ചെയ്യാം. അദ്ദേഹം റാവൽപിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുക, ട്രെയിൻ വരുന്നതും കാത്തുണ്ട്. ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചാടാനായിട്ട് അവിടെ വലിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഒരാൾ ഒരു കടലാസ് ഇങ്ങനെ വിതരണം ചെയ്തു കൊടുത്തു, യേശുവിനെ പറ്റിയുള്ള കടലാസാണ്. അദ്ദേഹം അത് വാങ്ങിച്ചു. വായിച്ചു കഴിഞ്ഞുമ്പോൾ പറഞ്ഞു, യേശു ആരാണെന്ന് എനിക്കറിയാം, അതൊരു നബിയല്ലയോ, നബിക്ക് ആരെ എങ്ങനെ സഹായിക്കാൻ കഴിയും, കളഞ്ഞു. പക്ഷേ വേറെ ജോലിയൊന്നുമില്ല, ഇനി ട്രെയിൻ വരാൻ സമയമുണ്ട്. അതുകൊണ്ട് ആ കടലാസ് എടുത്ത് വായിച്ചു കഴിഞ്ഞുമ്പോൾ അയാൾ
അതിൻ്റെ അവസാനം എഴുതിയിരുന്ന പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താണത്? യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ നിൻ്റെ പാപം മാറും, നിൻ്റെ ദുസ്വഭാവം മാറും, നീ ഒരു നല്ല മനുഷ്യനാവും. എന്തായാലും അതിൻ്റെ അവസാനം എഴുതിയിരുന്ന പ്രാർത്ഥന അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശുവേ, നീ കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു. അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതുപോലെ പ്രാർത്ഥിച്ചു. നീ കാൽവറി ക്രൂശിൽ മരിച്ചു, നിൻ്റെ ചോര ഒഴുക്കി, നിൻ്റെ ചോര പാപികളെ രക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെയും രക്ഷിക്കണമേ. അദ്ദേഹം അത് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, വലിയൊരു അത്ഭുതം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഇനി സിഗരറ്റ് വലിക്കേണ്ടെന്നൊരു തോന്നൽ. പോക്കറ്റിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്ത് ദൂരെ കളഞ്ഞു. അദ്ദേഹത്തിന് മാത്രമല്ല, ആസ്മയും സൗഖ്യം കിട്ടി. സൗഖ്യത്തെ പറ്റിയൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാതുക്കെ നിൽക്കുകയാണ്, വരുന്നവർക്കെല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ. ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യന് ഞാൻ ഷേക്ക് ഹാൻഡും കൊടുക്കത്തില്ല. അയാൾ പറഞ്ഞത് സത്യമാണെങ്കിലും എന്തോ അകത്തെനിക്കൊരു കോപമുണ്ടായി അയാളോട്. കാരണം അയാൾ കൂടെ പറയായിരുന്നു, ഹേ പാവി, രക്ഷിക്കപ്പെടുക. എന്നെ പാവി എന്ന് കയറി വിളിക്കുക. പാവിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അയാളുള്ള വൈരാഗ്യം കൊണ്ട് ഞാൻ ആ വാതിലിൽ കൂടെ ഇറങ്ങാതെ ഒരു സൈഡിലുള്ള വാതിൽ കൂടെ വെളിയിലിറങ്ങി. അന്ന് അവിടെ ഒരു മിലിറ്ററി ഓഫീസർ ഇപ്പോൾ ഉണ്ടായിരുന്നു. പറഞ്ഞു, വർഗീഷ്, എൻ്റെ വണ്ടിക്കകത്തോട്ട് കയറിക്കോ, ഞാൻ നിന്നെ വീട്ടിലിറക്കിയേക്കാം. അതൊക്കെ എന്നെ അറിയാം. അങ്ങനെ വേറെ ഒരു 10-25 പേരൂടെ കയറി. ആ വണ്ടി കൊച്ചു വണ്ടിയാണ്, പിക്കപ്പ് വാൻ എന്ന് പറയുന്നത് പോലുള്ള ഒരു വണ്ടി. അതിനകത്ത് ഞങ്ങൾ കയറിയിരുന്നു. ഞാൻ ആ ആൾക്കൂട്ടത്തിനകത്ത് ഏകനായിരുന്നു. കാരണം ഞാൻ പാപബോധം കൊണ്ട് കൊച്ചുനാളിൽ മുതൽ ചെയ്ത പാപങ്ങൾ ഞാൻ കണ്ടു. അമ്മച്ചിയുടെ അച്ചപ്പ പാത്രത്തിൽ നിന്നും പാട്ടയിൽ നിന്നും അച്ചപ്പം എടുത്ത് നിന്ന് ഞാൻ കണ്ടു. പപ്പ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണു തുറക്കത്തില്ല. പപ്പായുടെ ചെന്നിട്ട് പേഴ്സിനകത്തു നിന്ന് 4 അണ എടുക്കുന്നത്, 1 അണ എടുക്കുന്നത് ഞാൻ കണ്ടു. അന്ന് 1 അണ എന്ന് പറയുന്നതൊക്കെ വളരെ വില കൂടുതലാണ്. ഒരു ചായക്ക് 1/2 അണ പോലും ഇല്ലാത്ത കാലം, 1/2 അണ. അതുകൊണ്ട് ഞാനിതൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടു. കൊച്ചുനാളി മുതൽ ചെയ്തിട്ടുള്ള പാവങ്ങളെല്ലാം കൂടെ ഞാൻ കണ്ടപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാനൊരു മഹാപാപിയാണ്, ആര് എന്നെ ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കും? അന്നേരം ജോർദാൻ ഖാൻ പറഞ്ഞ 2-3 വാക്യങ്ങൾ എൻ്റെ തലച്ചോറിനകത്ത് വന്നു. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. വേറൊരു വാക്യം ഞാൻ കേട്ടു. ഞാൻ വാതിക്കൽ നിന്നുണ്ട് വേറൊരു വാക്യം കേട്ടു, ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും. അതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പാപം ചെയ്യാത്ത, കള്ളു കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, അമ്മച്ചിയെ കരയിപ്പിക്കാത്ത, പപ്പായെ കരയിപ്പിക്കാത്ത, ഭാര്യയെ കരയിപ്പിക്കാത്ത ഒരു ഹൃദയം, സൽസ്വഭാവിയായ ഹൃദയം. ഞാനും ചോദിച്ചു, ഒന്നുമല്ലെങ്കിൽ കർത്താവെ, ഞാൻ മാമോദീസ വെള്ളം വീണ ചെറുക്കനല്ലേ? ആ ജോർദാൻ ഖാൻ മുസ്ലിം ഒരു പ്രാർത്ഥിച്ചപ്പോൾ അയാളെ രക്ഷിച്ചെങ്കിൽ എന്നെയും രക്ഷിക്കത്തില്ലയോ? ജോർദാൻ ഖാൻ പറഞ്ഞതുപോലെ. അതുവരെ ഞാൻ ഈ മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. ഞങ്ങളുടെ യാക്കോബ് പള്ളിയിലൊന്നും അന്നില്ല കേട്ടോ. അവിടെയൊക്കെ മാനസാന്തരം എന്നൊരു വാക്കില്ല, രക്ഷിക്കപ്പെടുക എന്നൊരു വാക്കില്ല. നല്ലവനായിത്തീരണം, കുമ്പസാരിക്കണം, പിന്നെ നല്ലവനായിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ പള്ളിയിലെ കപ്പിയാരുമായിരുന്നു കേട്ടോ, ശുശ്രൂഷക്കാരനുമായിരുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം കുമ്പസാരിച്ചിട്ടുണ്ട്, പല അച്ഛന്മാരുടെ അടുക്കലും കുമ്പസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വിടുതലുണ്ടായിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ, ജോർദാൻ ഖാൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ നീ എൻ്റെ ദൈവം, ഞാൻ നിനക്കായിട്ട് ജീവിക്കും. നീ കാൽവറി ക്രൂശിൽ മരിച്ചത് പാപികളെ രക്ഷിക്കാനാണല്ലോ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് എന്നെ നല്ലൊരു മനുഷ്യനാക്കി തീർക്കണം. പ്രാർത്ഥന നിർത്തി. എൻ്റെ മനസ്സിനകത്ത് വലിയൊരു സമാധാനം. ഞാൻ ഉറഞ്ഞ ഒരു മനുഷ്യനെ പോലെ വണ്ടിക്കകത്തിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആരാണ്ട് തോളത്ത് തട്ടി. എൻ്റെയൊക്കെ പറഞ്ഞു, പട്ടാളത്തിലെ റാങ്ക് അനുസരിച്ച്, ഹൗൽദാർ സാബ്. ഞാൻ നോക്കിയപ്പോഴാണ് ഡ്രൈവറാ. വണ്ടിക്കകത്തുനിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ഞാൻ അറിഞ്ഞില്ല അവരെല്ലാം ഇറങ്ങിപ്പോയത്. അദ്ദേഹം ഡ്രൈവർ പറയാണ്, ഹൗൽദാർ സാബ്, സാറേ ഇറങ്ങിയാട്ടെ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എനിക്ക് വലിയ സന്തോഷം. എല്ലാവരും പോയി. ഞാൻ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിട്ടിരുന്ന പാൻറ്റിൻ്റെ നിറം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിട്ടിരുന്ന ഷൂസിൻ്റെ നിറം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ നിറം എനിക്ക് ഇപ്പോഴും നല്ലത് ഓർമ്മയുണ്ട്. ഞാൻ ഭാരം പോയ ഒരു ഫുട്ബോൾ പോലെ, ഫുട്ബോളിൻ്റെ ഭാരമില്ലെന്ന് എനിക്കറിയാം, അതുപോലെ ഞാനിങ്ങനെ ആകാശത്തൂടെ നടക്കുന്നത് പോലെ ഞാൻ ഓടി വീട്ടിൽ ചെന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഡൽഹി പറഞ്ഞു, ഭാര്യ, ഒരു കല്ലിനെ രക്ഷിക്കാൻ, മാനസാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും, എനിക്കറിയാം. അച്ചായനെ ആരും മാനസാന്തരപ്പെടുത്തത്തില്ല. കാരണം അച്ചായൻ കല്ലിനേക്കാൾ വളരെ കട്ടിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. ദൈവം ഉണ്ടോ? എവിടെ ദൈവം? ദൈവത്തെ പുഴുത്ത ചീത്ത, കൊച്ചു ചീത്തയല്ല, പുഴുത്ത ചീത്ത വിളിക്കുന്നവനായിരുന്നു ഞാൻ. ഡൽഹി പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. എന്തായാലും ഇച്ചിരി കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചു.
ഞങ്ങൾ വീട്ടിലോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം. യേശുവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിച്ചു. ഒന്ന്, യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. 2, 1971 ഒക്ടോബർ മാസം 1 തീയതി ഓടുന്ന ഒരു പട്ടാളത്തിൻ്റെ വണ്ടിയിൽ വെച്ച് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, രാത്രി 9 മണിക്ക്. 2, യേശുവിനെ എൻ്റെ വീട്ടിലേക്ക് സ്വീകരിച്ചു. ഞാനും ലില്ലിയും കൂടെ പ്രാർത്ഥിച്ചു. ലില്ലിയ അടുക്കളയിലോട്ട് പോയി ആഹാരം ചൂടാക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു, ലില്ലി ഞാൻ അടുത്ത വീട്ടിൽ പോയി സുവിശേഷം പറയാൻ പോവാ, എൻ്റെ അനുഭവം പറയാൻ പോവാ. എന്താ പറയാൻ പോവാ? അവർ ഉറങ്ങുക. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഗ്രാമമാണ് ഉദംപൂരിന് ഇപ്പുറത്ത് റെയിമ്പൽ. അങ്ങനെ അവർ ഉറങ്ങുക. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാൻ പോവാണ്, താൻ ആഹാരം ചൂടാക്കുക. ലില്ലി ആഹാരം ചൂടാക്കാൻ പോയപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരം നോക്കിയപ്പോഴാണ് ഒരു കലണ്ടർ കിടക്കുന്നു, എയർ ഇന്ത്യയുടെ കലണ്ടർ. അത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കലണ്ടറിനകത്തൊരു സിനിമാ താരം നിൽപ്പുണ്ട്, കാലുമൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. അന്ന് തുണിക്കൊക്കെ വലിയ വില കൂടുതലാണ്. അതുകൊണ്ട് ആ പാവം പെണ്ണ് ഇവിടെയും ഇച്ചിരി തുണിയേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, യേശുവിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്വീകരിച്ചു. യേശു വന്നാൽ ആ പടം ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ആ കലണ്ടർ എടുത്ത് ദൂരെ കളഞ്ഞു, കള്ളുകുപ്പി എടുത്ത് ദൂരെ കളഞ്ഞു. എൻ്റെ വീട്ടിൽ ഒരു കുത്ത് ചീട്ടുണ്ടായിരുന്നു. ഞാനും ഭാര്യയും കൂട്ടുകാരും കൂടെ ചീട്ട് കളിക്കുമായിരുന്നു. എൻ്റെ ഭാര്യയും ചീട്ടുകളിയൊക്കെ പഠിപ്പിച്ചു. എനിക്കറിയാം യേശു ചീട്ടുകളി ഇഷ്ടപ്പെടത്തില്ല. ഞാൻ അതും എടുത്ത് ദൂരെ കളഞ്ഞു. എൻ്റെ വീട് ശുദ്ധീകരിച്ചു. 1, യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു. 2, യേശുവിനെ എൻ്റെ വീട്ടിലേക്ക് സ്വീകരിച്ചു. 3, യേശുവിന് ഇഷ്ടപ്പെടാത്തതെല്ലാം ഞാനെടുത്ത് ദൂരെ കളഞ്ഞു. അടുത്ത മുറിയിൽ കുഞ്ഞിരാമൻ, മണിമലക്കാരനാണ് കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ ബ്രദറെ, ഈ സന്ദേശം കേൾക്കുവാണെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമേ, പ്ലീസ് കോണ്ടാക്ട് ചെയ്യണമേ. കുഞ്ഞിരാമനെയും ഞാൻ കഥവിന് കൊട്ടി. കുഞ്ഞിരാമൻ ചോദിച്ചു, ആരാ അത്? ഞാൻ പറഞ്ഞത് വർഗീസാ. എന്താ സാറേ കാര്യം? ഞാൻ പറഞ്ഞ് കഥ ഉറക്കെ, എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ അകത്തോട്ട് കയറി കുഞ്ഞിരാമൻ്റെ കട്ടിയിലിരുന്നുകൊണ്ട് കുഞ്ഞിരാമൻ്റെങ്കിലും ഭാര്യകൾക്കും സുവിശേഷം പറഞ്ഞു. കുഞ്ഞിരാമൻ അന്ന് രക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിരാമനും ഭാര്യയും സ്നാനപ്പെട്ടു. ഇന്ന് അവർ വിശ്വാസികളായിട്ട് മണിമലയുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണോ? വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ? അല്ല എങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എങ്ങനെ? ഞാൻ പ്രാർത്ഥിച്ചതുപോലെ, ജോർദാൻ ഖാൻ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നീ കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ എന്നെ രക്ഷിച്ചതുപോലെ, ജോർദാൻ ഖാനെ രക്ഷിച്ചതുപോലെ നിങ്ങളെയും രക്ഷിക്കും. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. ഈ സമയത്ത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രാർത്ഥനയെ അതുപോലെ പ്രാർത്ഥിച്ചാട്ടെ, കണ്ണടച്ചാട്ടെ. യേശുവേ, നിങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചതാണെങ്കിലും ഒന്നുകൂടെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നീ കാൽവറി ക്രൂശിൽ മരിച്ചു, നീ അവിടെ ചോരയൊഴുക്കി. നിൻ്റെ ചോരയ്ക്ക് ഒരു പാപിയെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിൻ്റെ ചോരയാൽ എന്നെ കഴുകി എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ നീ എൻ്റെ ദൈവം, ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിനോട് പറഞ്ഞാട്ട്. യേശുവെ, അനുഗ്രഹിക്കണമേ. ദൈവകൃപ എനിക്ക് വേണം. മാനസാന്തരപ്പെടണം. ദൈവവൈതലായി ജീവിക്കണം. സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഈ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ പൈതലായിട്ട് ജീവിക്കണം. ആമേൻ.